ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ ചന്ദ്രനോട് പറയുന്നുണ്ട്, സച്ചിനി രേവതിയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് നല്ലത് പറയാൻ പറയുന്നുണ്ട്. വിവാഹ വാർഷികത്തിന് എന്തെങ്കിലും രണ്ട് വാക്ക് നല്ലത് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഞാൻ എന്താ പറയാമെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അമ്മ എന്താ പറയാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ എന്താ അമ്മ പറയാമെന്ന് ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് സച്ചി പറയുന്നുണ്ട്, ഞാനൊരു കുടികാരനാണ്, മുരടനാണ്, കള്ളുടിയനാണെന്നൊക്കെ എല്ലാവരും പറയലുണ്ട്. പക്ഷേ ആര് പറഞ്ഞാലും എന്നെ രേവതി മാത്രം എന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയലില്ല. രേവതി മാത്രം അങ്ങനെയൊന്നും എന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ രേവതി നല്ലത് പറയുന്നുണ്ട് സച്ചി. പിന്നെ സച്ചി പറയുന്നുണ്ട്, രേവതി എന്നെ മാറ്റിയതല്ല, ഞാൻ രേവതിക്ക് വേണ്ടി മാറിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും നല്ല സെൻറ്റിമെൻറ്റുള്ള സീനുകളാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ശരത്ത് ഇറങ്ങുന്നുണ്ട്. ശരത്തിന് ചേച്ചിക്കും അളിയനും വേണ്ടിയിട്ട് ഒരു വിവാഹ വാർഷികത്തിന് സമ്മാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ സുധി ചോദിക്കിട്ട് ഇത് എന്താണെന്ന് ശരത്തിനോട് ചോദിക്കേണ്ടത്. ഇത് എൻ്റെ ചേച്ചിക്കും അളിയനും വേണ്ടിയിട്ട് എൻ്റെ വക വാർഷികത്തിനുള്ള സമ്മാനമാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിക്കൊണ്ടുവരാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സമ്മാനം ശരത്ത് രേവതി സച്ചിയുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. രേവതിക്കും സച്ചിക്കും ആശംസകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് തീരെ പിടിക്കണില്ല, ആ സമ്മാനം തീരെ പിടിക്കണില്ല. എന്തായാലും അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നാളെ നമുക്ക് കണ്ടറിയാം സച്ചി ശരത്തിനോട് ഇനി എങ്ങനെ പെരുമാറും എന്നൊക്കെ നാളെ നമുക്ക് കണ്ടറിയാം.